വീട്ടിൽ കൊണ്ടുപോകുമോ? നമ്മൾ ഇൻസ്റ്റഗ്രാം വീഡിയോസ് കണ്ടു വന്നതാണ് കേട്ടോ. ഈ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നൊന്ന് നോക്കാം. മ്യൂസിയത്തിൽ പോലും കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ പള്ളിച്ചൽ പോപ്പുലർ ഫാം ഹൗസിൽ വന്നാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പള്ളിച്ചൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. ഇവിടെ പ്രവേശിക്കുന്നതിന് മുതിർന്നവർക്ക് 100 രൂപയും കുഞ്ഞുമക്കൾക്ക് 50 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ ഫീഡ് ചെയ്ത് തൊട്ടടുത്ത് ഈ തത്തകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സംസാരിക്കുന്ന ഇനത്തിൽപ്പെട്ട തത്തകളാണ്. ഇതൊക്കെ കൊണ്ടോ യാതൊരു ഭയവും ഇല്ലാതെയാണ് ഇവിടെ വരുന്ന കുട്ടികളൊക്കെ ഈ ജീവികളെ കയ്യിലെടുക്കുന്നത്. അതുപോലെ തന്നെ പാമ്പിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട പൈത്തനൊക്കെ ആർക്കാണ് പേടിയില്ലാത്തത്? ഇവിടെ വന്നാൽ ആർക്കും ഒരു പേടിയും വേണ്ട കേട്ടോ. കുഞ്ഞു കുട്ടികൾ വരെയാണ് ഇതൊക്കെ എടുത്ത് കഴുത്തിലിടുന്നതും അതിനെ കയ്യിൽ വെച്ച് പരിപാലിക്കുന്നത്. ഇത് കണ്ടു നിന്ന ഞങ്ങൾക്ക് തന്നെ പേടിയായി. ഇത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഒരാഗ്രഹം ഇതൊന്ന് എടുത്തു നോക്കണമെന്ന്. അല്പം പേടിയാണെങ്കിൽ കൂടിയും ഒന്ന് എടുത്തൊക്കെ നോക്കി. ഇത് കണ്ടിട്ട് എൻ്റെ മകനും ഒന്ന് എടുത്ത് കഴുത്തിലൊക്കെ ഇട്ടാലൊന്ന് തോന്നി. അവരും എടുത്ത് കഴുത്തിലൊക്കെ ഇട്ടു. അവൻ്റെ മുഖത്ത് പേടിയുടെ യാതൊരു ഭാവവും ഞാൻ കണ്ടില്ല. ഒരു ജന്മന നോൺ വെനമസ് തന്നെയാണ്. ഇല്ലാതെ ആൾക്കാർ പറയുന്ന പോലെ ഇങ്ങനെ പല്ലെടുത്തു അങ്ങനെ പല്ലുണ്ട്, പക്ഷെ ആ പല്ലുകൊണ്ട് നമുക്കൊരു ഹാർംനെസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതെല്ലാം വെനമില്ലാത്ത സ്നേക്സ് തന്നെയാണ്. ഇതും വൈറ്റ് പൈത്തൺ. ഇവർ 3 പേരും പൈത്തൺ കാറ്റഗറി, 4 പേരും പൈത്തൺ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഇതൊക്കെ പാമ്പ് വർഗ്ഗത്തിൽപ്പെട്ടവയാണെങ്കിലും ഇവയ്ക്കൊന്നും വിഷമില്ല എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വളർത്താൻ വേണ്ടിയുള്ള ലൈസൻസും ഉണ്ട്. ഇവിടെ പ്രദർശനം മാത്രമല്ല, ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ വിൽപ്പനയും ഉണ്ട്. നമുക്ക് കാണാനും സാധിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെറ്റ്സിനെയൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോവുകയും ചെയ്യാം. ഈ ഉരകവർഗ്ഗത്തിൽപ്പെട്ടതൊന്നും ആക്രമകാരികളല്ല. പിന്നെ ഇത് കണ്ടോ, ഒരു വലിയ കാള. ഇതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുമോ? മ്യൂസിയത്തിൽ കാണാം. കുറേ കാട്ടുപോത്തുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഇങ്ങനെയുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കുതിരകൾ, ഡാൻസ് ചെയ്യുന്ന കുതിരകൾ ഉൾപ്പെടെ ഒരു 8-10 കുതിരകളുണ്ട്. പിന്നെ ഒരു കുതിര വണ്ടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഇത് ഡാൻസ് ചെയ്യുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. പിന്നെ എല്ലാവരെയും അതിശയിപ്പിച്ചത് ഈ കുരങ്ങനാണ്. ഒരു കുഞ്ഞു കുരങ്ങൻ, നമ്മുടെ ഉള്ളം കൈക്കകത്ത് ഇരിക്കുന്ന സൈസേ ഉള്ളൂ. കാണാനും നല്ല ചേലാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിലയും 10 ലക്ഷം രൂപയോളം അടുപ്പിച്ചതിന് വിലയുണ്ട്. നമുക്ക് തന്നെ ഫീഡ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് അത് തീറ്റ എടുത്തിട്ട് പോകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് സമയം നിന്നു. ഇങ്ങനെയുള്ള ഒരു കുട്ടിക്കുരകനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇതിൻ്റെ കുഞ്ഞിനെയും ഇവിടെ വാങ്ങാൻ സാധിക്കും കേട്ടോ. എല്ലാത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതും അതിൻ്റെ തന്നെ വേറൊരു ഇനമാണ്. ആളൊരു കുസൃതിക്കാരനാണ് കേട്ടോ. എപ്പോഴും ആക്റ്റീവാണ്. വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് തീറ്റ തട്ടിപ്പറിച്ച് എടുക്കുന്ന ആളാണ് കേട്ടോ. ഇത് നീർനായയുടെ ഇനത്തിൽപ്പെട്ട ഒരു ജീവിയാണ് കേട്ടോ. ഇതും മനുഷ്യനായിട്ട് ഇണങ്ങുന്നതാണ്, ആക്രമകാരികളല്ല. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഈ ഫിഷിന് ഇങ്ങനെ ഫീഡ് കൊടുക്കുമ്പോൾ എല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ വന്ന് നിന്ന് നമ്മുടെ കൈകളിൽ ഇങ്ങനെ കൊത്തും. ആദ്യം ഒന്ന് കൊത്തിയപ്പോൾ ഒന്ന് പേടിച്ചു കേട്ടോ. എന്നാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് കൊത്തിയെന്നും പറഞ്ഞ് വേദനിക്കുകയൊന്നുമില്ല. അതിന് പല്ലൊന്നുമില്ല കേട്ടോ. അതൊരു പ്രത്യേക ഫീലാണ്. പിന്നെ ഒരുപാട് സൺകുനൂറിൻ്റെ വെറൈറ്റി കളേഴ്സിലുള്ള പക്ഷികളുണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് ഇങ്ങനെ തീറ്റ എടുത്തിട്ട് പോകും. മനുഷ്യരായിട്ട് നല്ല ഇണങ്ങുന്ന പക്ഷികളാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. അതും വെറൈറ്റി കളേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങൾ ഇവിടെ വാങ്ങാൻ സാധിക്കും. ഇതിനിടെ ഈ 2 പക്ഷികളെ വെച്ച് നിൽക്കുന്ന മനസ്സിലായോ? നമ്മുടെ മാഹിൻ മച്ചൻ. പുള്ളിക്കാരൻ എന്നെ ഒന്ന് പ്രാങ്ക് ചെയ്തു കേട്ടോ. നമുക്ക് സൂയിൽ പോയാൽ ഇതൊക്കെ കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ കേട്ടോ. ഒന്നിനെയും നേരിട്ട് അടുത്ത് കാണാൻ പോലും സാധിക്കില്ല. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെയൊക്കെ കയ്യിലെടുക്കാം, ഫീഡ് ചെയ്യാം, അങ്ങനെയൊക്കെ സാധിക്കും കേട്ടോ. ഒരുപാട് വെറൈറ്റി ജീവികളുണ്ട്. അതുപോലെ തന്നെ ഈ മെക്കാവോ, എന്ത് വലിപ്പമുള്ള മെക്കാവോ എന്നറിയാമോ? നമ്മളിത് സൂവിലൊക്കെ ദൂരെ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഇതിനെ നമുക്കിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇങ്ങനെ ഒരുപാട് സമയം നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. മനുഷ്യരായിട്ട് നല്ല ഇണങ്ങി ചേർന്ന പക്ഷികളാണ് ഇതൊക്കെ.
ഇത് കണ്ടേ, ഇതൊരു വെറൈറ്റിയാണ്, ഒരു കുഞ്ഞെണ്ണ. ഇതിനെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് വെക്കാം. അത് പെട്ടെന്നൊന്നും ഓടിപ്പോകില്ല കേട്ടോ, നല്ല ഇണങ്ങി ചേരുന്ന ഇനമാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ സാധിക്കും. ഇത് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു സൺഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് പള്ളിച്ചലിലെ പോപ്പുലർ ഫാം ഹൗസ്. അപ്പം ലൊക്കേഷൻ ആരും മറക്കണ്ട. പള്ളിച്ചൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ്.